ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതിയിലെ 8ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 122-ലെ 3, 4, 5 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3ാമത്തെ ചോദ്യത്തിൽ ചിത്രം തന്നിട്ടുണ്ട്. അതായത് ഒരു വലിയ ചതുരം, നീണ്ട ചതുരവും 2 ഒരേപോലത്തെ ചെറിയ ചതുരങ്ങളും തന്നിട്ടുണ്ട്. ഇതിന്റെ വികരണത്തിൽ കൂടെ ഡയഗണൽസിൽ കൂടെ മുറിച്ചിട്ട് കിട്ടുന്ന ആ ഈ ഒരു ഡയഗണലിൽ കൂടെ മുറിക്കുന്നത്. അപ്പൊ ഇവിടെ 2 പീസ് ത്രികോണം കിട്ടും, ഇവിടെ 2 പീസ് ത്രികോണം, ഇവിടെ 2 പീസ്. ആ 6 ത്രികോണങ്ങൾ അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ സമപഞ്ചഭുജം. അതായത് റെഗുലർ പെന്റഗൺ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സമപഞ്ചഭുജം അഥവാ റെഗുലർ പെന്റഗണിന്റെ ഒരു സൈഡിന്റെ നീളം 30 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഈ റെക്ടാംഗിളുകളുടെ ഈ 3 റെക്ടാംഗിൾസിന്റെയും സൈഡ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഡയഗണലിൽ കൂടെ മുറിച്ചത് ഞാനിവിടെ ഓരോന്നും വെച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ റെഗുലർ പെന്റഗണിനെ ഇവിടെ കുറച്ച് വലുതാക്കി വരച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ മാർക്ക് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന കാര്യം, റെഗുലർ അഥവാ സമ എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പൊ ഇത് 30 തന്നിട്ടുണ്ട്, 30 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പൊ ഇതും 30ആണ്, ഇതും 30ആണ്, ഇതും 30ആണ്, ഇതും 30ആണ് ആണല്ലോ. ഇനി നമുക്കറിയാവുന്നത് റെഗുലർ പെന്റഗൺ അഥവാ സമപഞ്ചഭുജത്തിന്റെ ഓരോ കോണും 108 ഡിഗ്രിയാണ്. ഓരോ കോണും 108. ഈച്ച് ആംഗിൾ 180 ഡിഗ്രിയാണ്. അത്രയും ഓർത്തിരിക്കുക. ഇതിനകത്ത് അത്രയുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഡയഗണലിൽ കൂടെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഞാൻ ഇതിലേക്ക് വെച്ച് കാണിക്കാം. കണ്ട, അതന്നേരം അതിന്റെ ബേസ് കണ്ടല്ലോ, ഹൈറ്റ് കണ്ടല്ലോ. ഈ 2 സൈഡ് ബേസും ഹൈറ്റും ആണല്ലോ നമുക്ക് കാണേണ്ടത്. അപ്പൊ ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ 30 സെന്റിമീറ്റർ ആണ്. അത് കറക്റ്റ് അതിന്റെ പകുതിയാണ്, 15 ആണ് ഇതിന്റെ ഈ ആദ്യത്തെ വലിയ റെക്റ്റാംഗിളിന്റെ നീളം കുറഞ്ഞ വശം. ഇനി നീളം കൂടിയ വശമല്ല ഈ ഹൈറ്റ്. അപ്പൊ നമുക്ക് ആ ഹൈറ്റ് കണ്ടുപിടിക്കണമല്ലോ. ഇനി അടുത്ത പീസ് ഞാൻ എടുത്ത് വെച്ച് കാണിക്കാം. ഇതിനകത്തുനിന്ന് ഒരു പീസ് എടുക്കുകയാണ്. ഇതിനകത്തുനിന്ന് ഒരു പീസ് എടുത്തു, ഇവിടോട്ട് വെച്ചു. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ്, ഇതതിൻ്റെ ഹൈറ്റ്. ഈ റെക്റ്റാംഗിൾ അതേ വലിപ്പം തന്നെയാണല്ലോ ഇതും. അപ്പോൾ ഒരെണ്ണം ഈ സൈഡിൽ 2 പീസായിട്ട് ഉപയോഗിക്കുന്നു, രണ്ടാമത്തെ റെക്റ്റാംഗിളിനെ 2 പീസാക്കി മുറിച്ചത് ഇവിടെ 2 ഉപയോഗിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ ആംഗിൾ 108 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് ലംബമായിട്ടാണല്ലോ പോകുന്നത്. ഇവിടെ ലംബമായിട്ട് പോകുന്ന നമുക്ക് അതൊന്ന് വരയ്ക്കാം. അപ്പൊ ഓരോ ആംഗിളും എത്ര വരും? ഓരോ ആംഗിളും 54 വെച്ച് വരും. ഇത് മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാംഗിളും ആണ്. അപ്പൊ നമുക്ക് ഈ വശം വേണമല്ല, ഈ വശം നമുക്ക് അറിയാമല്ലോ, 30 തന്നെയാന്ന് നമുക്ക് അറിയാം അല്ലെ. ഇതെന്താണ്? ഇത് ബേസ് ആണ്. ആരുടെ? ഈ ചെറിയ റെക്റ്റാംഗിളിന്റെ ബേസ് ആണ് ഇത് ഈ കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ വശം കാണണമല്ലോ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കാണണം എന്ന് നോക്കുക. ഞാൻ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ റെഗുലർ പെന്റഗണിന് പേര് കൊടുക്കാം. ABCDE. റെഗുലർ പെന്റഗണിന് പേര് കൊടുത്തു ABCDE. ഇനി ഈ പോയിന്റിന് P എന്ന് പേര് കൊടുക്കുന്നു. അതേപോലെ നമുക്ക് കാണേണ്ടത് ഇങ്ങോട്ട് വരയ്ക്കുന്ന ലംബം, അതാണല്ലോ ഹൈറ്റ്. വലിയ റെക്റ്റാംഗിളിന്റെ ഹൈറ്റ് ഇതാണ്. അപ്പൊ അതും കണ്ടുപിടിക്കണമല്ലോ. ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ആ പോയിന്റിന് Q എന്നും കൊടുക്കാം. മനസ്സിലായല്ലോ. കണ്ടോ, ഇവിടെയാണ് B ആണ് ഇത്, P ഈ പോയിന്റ്, A ആണ് ഈ മുകളിലത്തെ പോയിന്റ്. അപ്പൊ ഈ ഹൈറ്റ് ഇതാണ് ആരുടെ ഹൈറ്റ്? ഈ ചെറിയ റെക്റ്റാംഗിളിന്റെ ഹൈറ്റ് AP. അപ്പൊ നമുക്ക് AP ആദ്യം കണ്ടുപിടിക്കാം. AP. ഈ AP കിട്ടാൻ വേണ്ടി 54ന്റെ ഓപ്പോസിറ്റ് അല്ലേ കിടക്കുന്നത് AP.
അല്ലെ? അപ്പൊ എ പി കാണാനാണ് നമ്മൾ പോകുന്നത്. ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത്. ഹൈപ്പോഡ്ന്യൂസ് 30 തന്നിട്ടുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോഡ്ന്യൂസ് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ സൈൻ ആണ്, സൈൻ 54 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ പി ബൈ ഹൈപ്പോഡ്ന്യൂസ് 30. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോഡ്ന്യൂസ് ഒന്നും ഞാൻ എഴുതുന്നില്ല. ഇനി സൈൻ 54ന്റെ വാല്യൂ കിട്ടി, അതിനെ 30 കൊണ്ട് ഗുണിക്കുമ്പോൾ എ പി കിട്ടുമല്ലോ. അപ്പൊ എ പി ഈക്വൽ ടു 30 ഇൻറ്റു 30നെ സൈൻ 54 കൊണ്ട് ഗുണിക്കണം. അപ്പൊ സൈൻ 54 കാണാൻ വേണ്ടി 54ന്റെ നേരെ ആദ്യത്തെ കോളം നോക്കുക. 0.8090. അപ്പൊ എ പി കിട്ടുമല്ലോ. ഇനി നമുക്ക് ബി പി കാണാം. അതായത് ഈ നീളം ഇതെന്ന് പറയുന്നത് ഈ വലിയ റെക്ടാങ്കിൾ, ഈ ചെറിയ റെക്ടാങ്കിളുകൾ 2 ഉള്ളതിന്റെ എന്താണ് വിഡ്ത്ത്, ബേസ് ആണ് അല്ലെ? അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ കാണേണ്ടത്? ബി പി ആണ് നമുക്ക് കാണേണ്ടത്. ബി പി കാണാൻ വേണ്ടിയിട്ട് ബി പി എന്ന് പറയുന്നത് 54ന്റെ അടുത്തുള്ള വശം, സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡാണ്. 30 ഹൈപ്പോഡ്ന്യൂസും ആണ്. അപ്പൊ നമ്മൾ എന്താ എടുക്കേണ്ടത്? കോസ് 54 ആണ് എടുക്കേണ്ടത്. കോസ് 54 എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോഡ്ന്യൂസ്, അതായത് ബി പി ബൈ 30 ആണ്. അപ്പൊ ബി പി എന്ത് കിട്ടും? ബി പി ഈക്വൽ ടു ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 30 ഇൻറ്റു കോസ് 54. 54ന്റെ നേരെ രണ്ടാമത്തെ കോളം നോക്കുക. 0.5878 കണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ റെക്ടാങ്കിളിന്റെ, അതായത് ഈ റെക്ടാങ്കിൾ ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്, ആ റെക്ടാങ്കിളിന്റെ ബേസും ഹൈറ്റും കിട്ടിയല്ലോ. എ പി എന്നുള്ളത് അതിന്റെ ഹൈറ്റ് ആണ്, എ പി എന്നുള്ളത് ഹൈറ്റും ബി പി എന്നുള്ളത് ബേസും ആണ്. അപ്പൊ അത് രണ്ടും നമുക്ക് ഇത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇനി നമുക്ക് വലുതിൻ്റെ കൂടെ വേണമല്ലോ. വലുതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസ് എടുത്ത് ഇവിടെ വെക്കുന്നു. അപ്പൊ ഞാൻ മറ്റേതിനെ മാറ്റുകയാണ്. എന്നിട്ട് ഈ ഒരു പീസ് മാത്രം വെക്കുന്നു. കണ്ടല്ലോ. അതിന്റെ ബേസ് എത്രയാണ് നമുക്കറിയാം. ടോട്ടൽ 30 അപ്പൊ ബേസ് 15 അല്ലെ? ബേസ് കിട്ടി. വലിയ റെക്ടാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 15, 30ന്റെ പകുതി. ഇനി അതിന്റെ ഹൈറ്റ് കാണണമല്ലോ. ഹൈറ്റ് ഇതല്ലേ? ഹൈറ്റ് ഇതാണല്ലോ. അപ്പൊ ഇതിനകത്ത് കോണിന്റെ അളവൊന്നുമില്ല. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഇത് നോക്കിക്കേ. ഇവിടെ ഒന്നാമത്തെ ട്രയാങ്കിള് എ ബി സി, രണ്ടാമത്തെ ട്രയാങ്കിള് എ സി ഡി. ഞാൻ ഇതും കൂടെ വരയ്ക്കാം. അപ്പൊ എ സി ഡി മനസ്സിലാവും. എയിൽ നിന്ന് തുടങ്ങി സി പോയി ഡി വരെ, ഇവിടം വരെ. അതാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ. ഇത് മൂന്നാമത്തെ ട്രയാങ്കിൾ. 3 ട്രയാങ്കിൾ ആക്കി ഇതിനെ മുറിക്കുമ്പോൾ ടോട്ടൽ 108 ആണെങ്കിൽ ഓരോ ട്രയാങ്കിളിനും എത്ര വെച്ച് വരും? 36 വെച്ച് വരും. അപ്പോൾ ഈ ഒരെണ്ണം മാത്രം അതിന്റെ പകുതിയാണല്ലോ ഇത്രയും. അപ്പൊ അത് എത്ര വന്നു? 18 വന്നല്ലോ അല്ലെ? അപ്പൊ 18 ഡിഗ്രി കിട്ടി. ഇനി അതിന്റെ നേരെ എതിർവശത്ത് ഇത്രയും ഭാഗമാണല്ലോ, അത് 15 അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ ഹൈറ്റ് ആണ് വേണ്ടത്. ഈ ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ അതെന്ന് പറയുന്നത് ഈ 18ന്റെ സമീപവശം അഡ്ജസന്റ് സൈഡാണ്. 18ന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം. അപ്പൊ ഏതാ എടുക്കേണ്ടത്? എ ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ടാൻ 18 എടുത്താ പോരെ. ടാൻ 18 എന്ന് പറയുമ്പോൾ എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. 18ന്റെ എതിർവശം 15 ബൈ അഡ്ജസന്റ് സൈഡ് എ ക്യൂ. അപ്പൊ എ ക്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ 15നെ ടാൻ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടാൻ 18 എന്ന് പറഞ്ഞാൽ 18ന്റെ നേരെ മൂന്നാമത്തെ കോളം നോക്കുക. 0.3249. അപ്പൊ ഇത് എന്താണ്? ഈ വലിയ റെക്ടാങ്കിൾ, ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ ഹൈറ്റും കിട്ടുമല്ലോ അവിടെ നിന്ന്. അപ്പൊ ഇവിടെ ഇത് രണ്ടും എന്താണ്? ചെറിയ ഒരേപോലുള്ള 2 റെക്ടാങ്കിളിന്റെ ഹൈറ്റും ബേസും ആണ്. ഇവിടെ ബേസ് 15, ഹൈറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി ഈ കാൽക്കുലേഷൻസ് 3 മാത്രം ചെയ്താൽ മതിയല്ലോ. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ 24.27 കിട്ടി. ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഒക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇവിടെ ആൻസർ എഴുതുന്നത്. 30 × 0.5878 കാണണം.
17.63 എന്ന് കിട്ടി. അപ്പൊ ഇതാണല്ലോ ബേസും ഹൈറ്റും. 15നെ 0.3249 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 46.168 എന്ന് കിട്ടും. അപ്പോൾ അത്രയും സെന്റിമീറ്റർ ആണ് എന്ത് ഹൈറ്റ്, ഏതിന്റെ ഈ വലിയ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ്. അപ്പൊ അത് മനസ്സിലായാലോ. ഇനി 4ാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. 4ാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്, 1 സെന്റിമീറ്റർ ഗ്യാപ്പിൽ കുത്തനെയുള്ള വരകൾ വരച്ചിട്ടുണ്ട്. ഉയരങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കണം. അതിന്റെ പൊതുവ്യത്യാസം കൂടെ കണ്ടുപിടിക്കണം. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഹൈറ്റുകൾ അരിത്മെറ്റിക് സീക്വൻസിലാണെന്നും പ്രൂവ് ചെയ്യണം. പിന്നെ എന്താണ്, അതിന്റെ കോമൺ ഡിഫറൻസും കൂടെ പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ ആ പടം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 1ാമത്തെ ട്രയാങ്കിൾ, അതായത് ഇതാ ഈ ചെറിയ ട്രയാങ്കിളില് ഹൈറ്റ് ആയിട്ട് h എന്നും എടുക്കാം, ബേസ് ആയിട്ട് x എന്നും എടുക്കാം. ഈ ട്രയാങ്കിളില് കണ്ടല്ലോ. അപ്പോ 40ന്റെ എതിർവശമാണ് ഹൈറ്റ്, 40ന്റെ സമീപവശമാണ് x. അപ്പൊ tan 40 നമുക്കൊന്ന് കണ്ടുപിടിക്കാം. tan 40 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ല, എതിർവശം ബൈ സമീപവശമാണ്. എതിർവശം h ബൈ x ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് h നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. h ഈക്വൽ ടു x tan 40 ആണല്ലോ. x ഇൻറ്റു tan 40. ഇത് ഏത് ട്രയാങ്കിളിലാണ്? ഫസ്റ്റ് ട്രയാങ്കിളിലാണ്. ഇത് 1ാമത്തെ ത്രികോണത്തിലാണ്. ഇനി നമുക്ക് 2ാമത്തെ ത്രികോണം എടുക്കാം. 2ാമത്തെ ത്രികോണം എന്ന് പറയുമ്പോൾ ഇതാ ഇവിടം വരെ ബേസ് വരും. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താ, ബേസ് ഈ ലൈനുകൾ 1 സെന്റിമീറ്റർ അകലത്തിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത്രയും എക്സ് ആണെങ്കിൽ ഇവിടം വരെ വരുമ്പോൾ x+1 ആവുമല്ലോ അല്ലെ. അപ്പൊ അവിടെയും 40 മാറുന്നില്ല. tan 40 എന്താണ്, ആ 2ാമത്തെ ട്രയാങ്കിളില് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റിനെ ബൈ x+1 എന്ന് എടുക്കാവല്ലോ. അപ്പൊ 2ാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് x+1 tan 40 ആണ്. ഇതല്ലേ 2ാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഞാൻ ഓരോന്നിന്റെയും ഹൈറ്റിന് h1 h2 എന്ന് കൊടുക്കാം. h1 ഇത് h2. ഇനി 3ാമത്തെ ട്രയാങ്കിൾ എടുക്കാം. 3ാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടം വരെ വരും. അതായത് എക്സിന്റെ കൂടെ 2 സെന്റിമീറ്റർ കൂട്ടി. അപ്പൊ tan 40 എത്ര വരും? tan 40 ഈക്വൽ ടു 3ാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റിനെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3ാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ത് വരും? x+2 tan 40 ആണല്ലോ. ഇതാണ് 3ാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ്, 3ാമത്തെ ത്രികോണത്തിന്റെ ഉയരം. ഇനി ഈ ഉയരങ്ങള് സമാന്തര ശ്രേണിയിലാണ് അഥവാ അരിത്മെറ്റിക് സീക്വൻസിലാണ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ അങ്ങ് തുടരുകയാണല്ലോ. ഇനി നമുക്ക് അതൊന്ന് എഴുതാം. x tan 40 ആണ് 1ാമത്തെ ത്രികോണത്തിന്റെ ഹൈറ്റ്. 2ാമത്തെ ത്രികോണത്തിന്റെ ഹൈറ്റ് x+1 tan 40 ആണ് അല്ലെ. ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതായത് x tan 40 പ്ലസ് 1 ഇൻറ്റു tan 40, അത് tan 40 അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് എഴുതാം. അതായത് x tan 40 പ്ലസ് 1 ഇൻറ്റു tan 40 തന്നെ ആണല്ലോ. ഇനി 3ാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എഴുതാം. x tan 40 പ്ലസ് 2 tan 40, x tan 40 പ്ലസ് 2 tan 40. നോക്കിക്കേ, എല്ലായിടത്തും x tan 40 ഉണ്ടല്ലോ. പിന്നെ ഇവിടെ എത്രയാ കൂടിയിരിക്കുന്നത്? tan 40 കൂടിയിരിക്കുന്നു. ഇവിടെ 2 പ്രാവശ്യം tan 40 കൂടിയിരിക്കുന്നു. ഇനി അടുത്തത് വരുമ്പോൾ 3 പ്രാവശ്യം tan 40 കൂടുമല്ലോ. അപ്പൊ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആയില്ലേ? ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അപ്പൊ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നമ്മൾ തെളിയിച്ചല്ലോ. ഇതൊരു സമാന്തര ശ്രേണിയാണ് എന്ന് നമ്മൾ തെളിയിച്ചു. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എത്രയാണ്? പൊതുവ്യത്യാസത്തിന് നമ്മൾ ഏത് അക്ഷരം ഉപയോഗിച്ച ഡി ആണ്. ഇവിടെ 1 പ്രാവശ്യം tan 40 കൂടുതൽ, ഇവിടെ 2 പ്രാവശ്യം tan 40 കൂടുതൽ. അപ്പൊ എന്താണ് കോമൺ ഡിഫറൻസ്? ഡി അഥവാ പൊതുവ്യത്യാസം tan 40. ഇതാണ് അതിന്റെ പൊതുവ്യത്യാസം. മനസ്സിലായല്ലോ. ഇനി 5ാമത്തെ ചോദ്യം ചെയ്യാം. 5ാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റെഗുലർ പെന്റഗൺ ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ.
അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സമപഞ്ചഭുജത്തിന്റെ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമ്മൾ നേരത്തെ ഈ ഒരു ചോദ്യം ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ഇത് ഒരു സമപഞ്ചഭുജമാണ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, ഇതാണ് ഒന്നാമത്തെ ത്രികോണം, ഇത് രണ്ടാമത്തെ ത്രികോണം, ഇത് മൂന്നാമത്തെ ത്രികോണം. അതായത് ഈ സമപഞ്ചഭുജത്തിനെ 3 ത്രികോണങ്ങളാക്കി മുറിച്ചിട്ട് ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവ് കണ്ട് അത് തമ്മിൽ കൂട്ടിയാൽ മതി. ആ 3 പരപ്പളവ് കിട്ടും, അത് കൂട്ടിയാൽ മതി അല്ലെ. ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ഇത് രണ്ടും കൂടെ ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇത് രണ്ടും കൂടെ രണ്ടാമത്തെ ട്രയാങ്കിൾ, ഇത് രണ്ടും കൂടെ മൂന്നാമത്തെ ട്രയാങ്കിൾ. അപ്പൊ 3 ഏരിയ കിട്ടും. ആ 3 ഏരിയയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ടോട്ടൽ റെഗുലർ പെന്റഗണിന്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ സൈഡ് ലെങ്ത് 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുമുണ്ട് അല്ലെ. ഇപ്പൊ നേരത്തെ ചെയ്ത് വെച്ചിട്ട് നമുക്കതിന് സോൾവ് ചെയ്യാം. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല, ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കാണുന്നത് ഹാഫ് ബി എച്ച് ആണ്. ബി പാദം, എച്ച് ഉയരം, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ അല്ലെ. അങ്ങനെ 3 എണ്ണം കിട്ടുമല്ലോ. അപ്പൊ ഒന്നാമത്തെ പാദം എന്ന് പറയുന്നത് ഇതാണ്, ഉയരം എന്ന് പറയുന്നത് ഇത്. രണ്ടാമത്തെ പാദം എന്ന് പറയുന്നത് 10, ഉയരം ഇത് പാദം, ഉയരം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കിയത് എന്താ, നേരത്തെ ഈ ത്രികോണത്തിന്റെ പരപ്പളവും ഈ ത്രികോണത്തിന്റെ പരപ്പളവും തുല്യമല്ലേ. അപ്പൊ 2 എണ്ണം തുല്യമായിട്ട് വരും അല്ലെ. പിന്നെ കോണുകളുടെ അളവ് ഞാൻ പറഞ്ഞു, ഇവിടെ 54 ഇവിടെ 18 അതും ഓർത്തിരിക്കുക. അത് ആ ചോദ്യത്തിൽ എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കൊടുത്ത അതേ പേര് തന്നെ ഞാൻ ഇവിടെ കൊടുത്തു. അപ്പോൾ ഒന്നും കൂടെ എളുപ്പമുണ്ട്. ഇവിടെ ഈ ത്രികോണം, ഈ ട്രയാങ്കിൾ ആണ്, അതായത് ABC എന്നുള്ള ട്രയാങ്കിൾ ആണ് എടുക്കുന്നത്. അതാണ് ഒന്നാമത്തെ ട്രയാങ്കിൾ. അതിന്റെ പരപ്പളവ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണല്ലോ. അപ്പൊ ബി കാണണം അല്ലെ. ബി എന്ന് പറയുന്നത് എന്താ, ബേസ് പാദം AC ആണ്, ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് BP ആണല്ലോ. ഇനി ഹാഫ് ഇൻറ്റു ഈ AC എന്ന് പറയുന്ന AP-യുടെ ഇരട്ടിയല്ലേ. AP ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് അല്ലെ. AP-യുടെ ഇരട്ടിയാകുമ്പോൾ 2 ടൈംസ് AP എന്ന് എഴുതാവല്ലോ, ഇൻറ്റു BP അല്ലെ. ഇനി നേരത്തെ ചോദ്യത്തിൽ ഒരു വശത്തിന്റെ നീളം 30 പക്ഷെ ഇവിടെ 10 ഉള്ളൂ അല്ലെ. ഇനി AP എങ്ങനെയാ കണ്ടുപിടിച്ച, AP ഇത് 54 അപ്പൊ AP എന്ന് പറഞ്ഞ എതിർവശമാണ്. പിന്നെ അപ്പൊ സൈൻ 10, സൈൻ 54 ഗുണം 10 അല്ലെ. ഇനി ഈ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി അല്ലെ. അപ്പൊ AP ഇൻറ്റു BP കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ AP എന്താണ്, 10 ഇൻറ്റു സൈൻ 54. ഇനി BP-യോ, BP എന്ന് പറയുന്നത് എന്താണ്, 10 ഇൻറ്റു കോസ് 54. ഇപ്പൊ 10 ഇൻറ്റു സൈൻ 54 0.8090 ഇൻറ്റു, ഇപ്പൊ ഇതാണല്ലോ ആദ്യത്തത് AP. ഇനി BP 10 ഇൻറ്റു കോസ് 54 0.5878. നമുക്ക് 10 ഇൻറ്റു ഗുണിക്കാൻ എളുപ്പമാണ് അല്ലെ. ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പൊ 8.09 എന്ന് വന്നല്ലോ, ഇൻറ്റു ഇവിടെയോ 5.878 എന്ന് വന്നു. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ ആദ്യത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടും, ഏരിയ കിട്ടും. അത് തന്നെയല്ലേ ഈ രണ്ടാമത്തെ ത്രികോണത്തിന്റെയും പരപ്പളവ്. കാരണം ഇതൊരു സമപഞ്ചഭുജമാണ് അല്ലെ, റെഗുലർ പെന്റഗൺ ആണ്. അപ്പൊ ഈ ABC എന്നുള്ള ത്രികോണത്തിന്റെ അതേ ഏരിയ തന്നെയായിരിക്കും AED എന്ന ട്രയാങ്കിളിന്റെയും ഏരിയ ആണല്ലോ. അപ്പൊ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 47.55 എന്ന് റൗണ്ട് ചെയ്തപ്പോ നമുക്ക് കിട്ടി. അപ്പൊ ഒന്നാമത്തതും മൂന്നാമത്തതും സെയിം ആണ് അല്ലെ. അപ്പൊ മൂന്നാമത്തതും സെയിം ആൻസർ തന്നെയാണല്ലോ, 1ഉം 3ഉം കിട്ടി. ഇനി നമുക്ക് 2 അല്ലേ കാണേണ്ടത്. ഇപ്പൊ രണ്ടാമത്തതും ഇതേ ഫോർമുല തന്നെയാണല്ലോ, പരപ്പളവ് കാണാനായിട്ട് ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. അവിടെ ബേസ് എത്രയാണ്, ബേസ് 10 അല്ലെ. ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണല്ലോ. ഇതെന്താ, ഇവിടെ 18 18 ഡിഗ്രി ആയിരുന്നു, ഓർക്കുന്നുണ്ടോ, 18 ഡിഗ്രി അല്ലെ. അപ്പോ ഇത് എതിർവശമാണ്, 5 എടുക്കുന്നു, പകുതിയേ ഉള്ളൂ 5. ഇത് ഹൈറ്റ് അല്ലെ. അപ്പൊ ടാൻ അല്ലേ വേണ്ടത് അല്ലെ. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്, AQ ഇൻറ്റു AQ ആണ്. അപ്പൊ ഈ 2ഉം 10ഉം കൂടെ കട്ട് ചെയ്ത് 5 ആയി. അപ്പൊ 5 ഗുണം AQ എഴുതിയാൽ മതിയല്ലോ. 5/0.5
0.3249. ടാൻ 18 ആണ് 0.3249. എതിർവശം 5ഉം ഉയരം എക്കും. ആ ഉയരം കാണാനാണ് നമ്മൾ ടാൻ ഉപയോഗിച്ചത് അല്ലെ. ഇനി 5 ഗുണം 5 എന്ന് പറയുന്നത് 25ആണ്. 25നെ 0.3249 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നടുക്കത്തെ ACD എന്നുള്ള ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടും. ഈ രണ്ടാമത്തെ ത്രികോണം എന്ന് പറയുന്നത് ത്രികോണം ACD. മൂന്നാമത്തെ ത്രികോണം എന്ന് പറയുന്നത് ത്രികോണം AED. പേര് വെച്ച് അതിന് പറഞ്ഞാൽ എളുപ്പമുണ്ട്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ത്രികോണം ABC. 3 ത്രികോണങ്ങളും ആയാലും 3 കൂടെ കൂട്ടുമ്പോഴല്ലേ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഹരിച്ചു നോക്കാം. ഇപ്പൊ 76.95 എന്ന് കിട്ടി. റൗണ്ട് ചെയ്തപ്പോ കിട്ടി. അപ്പൊ ഇത് 2 പ്രാവശ്യം കൂട്ടണമല്ലോ. 2 പ്രാവശ്യം 47.55ഉം ഒന്നും കൂടെ 47.55 കൂട്ടുക. പിന്നെ 76.95. ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആകെ പരപ്പളവ് കിട്ടും. ആകെ പരപ്പളവ്, ടോട്ടൽ ഏരിയ കിട്ടും. അപ്പൊ നമുക്ക് കൂട്ടി നോക്കാം. 172.05 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമുക്ക് ആകെ പരപ്പളവ് കിട്ടി. അതായത് ഈ പഞ്ചഭുജത്തിന്റെ പഞ്ചഭുജത്തിന്റെ പരപ്പളവ്, റെഗുലർ പെന്റഗണിന്റെ ഏരിയ 172.05.